എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ദേവ്താര വിഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന ഒരു അവശ്യ വസ്തുവാണല്ലോ ബോൾ പേനകൾ. എന്നാൽ അത് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1888 ജോൺ ജെ ലൗഡ് എന്ന അമേരിക്കൻ ഗവേഷകനാണ് ആദ്യമായി ബോൾ പെൻ നിർമ്മിക്കുകയും അതിന്റെ പേറ്റന്റ് കരസ്ഥമാക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനോ വിതരണം ചെയ്യാനോ സാധിക്കാതെ വന്നതിനാൽ ഈ പേറ്റന്റ് അദ്ദേഹത്തിന് ലാപ്സ് ആവുകയും ചെയ്തു. തുടർന്ന് 50 വർഷത്തിനു ശേഷം 1938 ലാസിലോ ബൈറോ എന്ന ഹംഗേറിയൻ ഗവേഷകനാണ് നമ്മൾ ഇന്ന് കാണുന്ന തരം ആധുനിക രീതിയിലുള്ള ബോൾ പെന്നുകൾ നിർമ്മിക്കുകയും അതിന്റെ പേറ്റന്റ് കരസ്ഥമാക്കുകയും ചെയ്തത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി ഇന്ന് പേന നിർമ്മാണത്തിന്റെ ഭൂരിഭാഗ പ്രവർത്തനങ്ങളും യന്ത്രങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതൊരു പേനയുടെയും മുഖ്യമായ ഭാഗം അതിന്റെ നിബ്ബാണെന്നതിൽ സംശയമില്ല. ഭൂരിഭാഗം ബോൾ പേനകളുടെയും നിബ്ബുകൾ നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പ്രിസിഷൻ ടൈപ്പ് മെഷീനറികൾ ഉപയോഗിക്കുന്നു. നിബ്ബ് നിർമ്മാണത്തിന് ശേഷം ഈ നിബ്ബുകൾക്ക് വിവിധതരം ടെസ്റ്റുകൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. പ്രഷർ ടെസ്റ്റ്, റൈറ്റിംഗ് ടെസ്റ്റ് തുടങ്ങിയവയാണവ. ഈ ടെസ്റ്റുകളെല്ലാം തന്നെ റൈറ്റിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ഒരു പേന നിർമ്മിക്കാൻ ആവശ്യമായ മറ്റ് ആക്സസറീസും എല്ലാം ഇതോടൊപ്പം വ്യത്യസ്തങ്ങളായ മെഷീനറീസ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നു. ബോൾ പേനകളുടെ ഈ വിസ്മയ ലോകത്ത് ഇന്ന് ധാരാളം പ്രമുഖ കമ്പനികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പ്രമുഖ കമ്പനികളെല്ലാം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനാൽ പ്രതിദിനം ലക്ഷക്കണക്കിന് പേനകളാണ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശരത് കുമാർ സൈനിങ് ഔട്ട്. ബൈ ബൈ.